യൂണിവേഴ്സിൻ്റെ പവറിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ പലപ്പോഴും പ്രകൃതിയുമായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. മാത്രമല്ല, ലൈഫിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നുള്ള ചില രീതിയിലുള്ള കോണ്ടാക്ട്സ് ഇവർക്ക് കിട്ടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള കോണ്ടാക്ട്സ് വരുന്നവർ, അത് മനസ്സിലാക്കാൻ കഴിയുന്നവർ അത്രയും ബ്ലെസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫെദേഴ്സ് അവിചാരിതമായിട്ട് കിട്ടുക, ഒട്ടും സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ബട്ടർഫ്ലൈനെ കാണുക, അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫെദറാണ്, ഒന്ന് ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ ഈ പറഞ്ഞതുപോലെ ഫെദേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് കാണുമ്പോൾ എന്തൊക്കെയാണ്, എന്ത് മെസ്സേജസ് ആണ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഫെദേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏഞ്ചൽസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷനകത്താണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ ബ്ലാക്ക് ഫെദേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഫെദേഴ്സ് കിട്ടുന്നവരുണ്ട്. അതായത് നമ്മളുടെ ലൈഫിൽ ഒരുപാട് ആഹ്ലാദകരമായിട്ടുള്ള സാഹചര്യം കടന്നു വരാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് സമയമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. വൈറ്റ് ഫെദേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒപ്പം ഇല്ലാത്തവരായിരിക്കാം, നമ്മളുമായിട്ട് ഇപ്പോൾ കണക്ഷനിൽ ഇല്ലാത്തവരായിരിക്കാം, അവരുടെ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏഞ്ചൽസിൻ്റെ ഒരു സംരക്ഷണ വലയത്തിനകത്താണ് നമ്മളെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതുപോലെ ബട്ടർഫ്ലൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ വൈറ്റ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഒരു സമാധാനം, സ്പിരിച്വൽ അവേക്കനിങ്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒന്നുകൂടെ ഡീപ്പ് ആവാൻ പോകുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ടൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റം. ചിലരെ സംബന്ധിച്ച് അതൊരു പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ഗ്രോത്ത് ആയിരിക്കാം, ഒരു ഗുഡ് ലക്ക് ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ഒരു പുതിയ തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ നമ്മളുടെ മേൽ അറിയാതെ വന്നിരിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയൊക്കെയാണ്.